വഹാബികളോട് പറഞ്ഞാൽ ഒരിക്കൽ കൊന്ന് നല്ല പരിചയമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടാണ് ഈ വഹാബി പ്രസ്ഥാനം ഇവിടെ വന്നത്. അതൊക്കെ വഹാബി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിച്ചാൽ ആർക്കും മനസ്സിലാവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനിന്നൊരു വീഡിയോ ഉണ്ട്, ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്. അതിൽ ഒരു കാന്തഭക്തൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിഷയം ഇതാണ്: കാന്തപുരം വിഭാഗത്തിലെ ആളുകൾ കറാമത്തിന്റെ പേരിൽ സമൂഹത്തിന്റെ മുന്നിൽ ഒരുപാട് കള്ളക്കഥകൾ പറഞ്ഞു വെച്ചു. അത്തരത്തിലുള്ള കള്ളക്കറാമത്തുകളിൽപ്പെട്ട ഒരു വിഷയമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്ന മഹാന്മാരെ കുറിച്ച് പറഞ്ഞു വെച്ച കറാമത്ത്. ചിറ്റടിമീത്തിൽ അബൂബക്കർ മുസ്ലിയാർ മരിച്ച ഒരു ആളെ ആംബുലൻസിൽ നിന്ന് എണീപ്പിച്ചത്, കൊടകുത്തിക്കൊണ്ട് എണീപ്പിച്ച കഥ, അതുപോലെ പല മുസ്ലിയാക്കന്മാരും പറഞ്ഞു വെച്ച പല കഥകൾ. അതിന്റെ കൂടെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ഒരു കഥയും, 3 ടയർ പൊട്ടിയ ഒരു കഥ. ആ കള്ളക്കറാമത്തൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇറക്കിയ വീഡിയോയുടെ ഒരു ഭാഗം എടുത്തുകൂടെ നാസർ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നു. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ടു. ഒരുപാട് ആളുകൾ ആ വീഡിയോ വീക്ഷിക്കുകയും ചെയ്തു. അതിൽ മുസ്ലിയാക്കന്മാർ വല്ലാണ്ട് പ്രയാസപ്പെട്ടു. അങ്ങനെ മുസ്ലിയാക്കന്മാർ പല ആളുകളും അതിനെതിരെ സംസാരിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു മുസ്ലിയാർ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. പിന്നീട് മുസ്ലിയാരെ കണ്ടിട്ടില്ല. എന്നാൽ വേറൊരു വിദ്വാൻ വന്നിരിക്കുകയാണ്. പറയപ്പെട്ട വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിനൊന്നും പറയാനില്ല, പക്ഷെ വഹാബികളെ കുറിച്ച് എന്തൊക്കെയോ പറയാനുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം ഒന്ന്. അതെ, വഹാബിയാള് കട്ടും മുറിച്ചും കൊടുത്ത ക്ലിപ്പേറ്റ് വന്ന കാക്ക. വഹാബികൾ കട്ടുമുറിച്ചും കൊടുത്ത ക്ലിപ്പുമായിട്ട് വന്നു എന്നാ പറയുന്നത്. ഏതാണ് ഈ കട്ടുമുറിച്ചും കൊടുത്ത ക്ലിപ്പ്? നമ്മളെന്നാ കട്ടുമുറിക്കും ചെയ്യാത്ത ഒരു ഒറിജിനൽ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ. ഞാൻ വിചാരിച്ചു എന്നാൽ അദ്ദേഹം ഈ വീഡിയോയിൽ അതിന്റെ പൂർണ്ണ ഭാഗം എന്തെങ്കിലും കട്ടുമുറിച്ചതാണെങ്കിൽ അതിന്റെ ഒറിജിനൽ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ഈ പറയപ്പെട്ട രീതിയിൽ അല്ലാത്തൊരു ഭാഗം, ആ ഭാഗം അതിൽ കാണിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് ചങ്ങായി മിണ്ടുന്ന പോലും ഇല്ല. എന്താണ് ഈ കട്ടുമുറിച്ചും കൊടുത്ത ക്ലിപ്പ്? നാസർക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ഉള്ളവൻ സംസാരിച്ചതിന്റെ ഒരു ഭാഗമാണ് ഇട്ടിട്ടുള്ളത്. അതിൽ എന്താണ് കട്ടുമുറിച്ചും വെച്ചത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പറഞ്ഞു വെച്ചതാണ് സിഹ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രയാസമുണ്ടായി, അവരുടെ കുടുംബത്തിലാണ് ഈ പ്രയാസം ഉണ്ടായത് എന്നും, അങ്ങനെ അവരുടെ കുടുംബത്തിലുള്ള ഒരു പെണ്ണി വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായി എന്നും, അങ്ങനെ ആ പെണ്ണ് ബോധം കെട്ട് വീണു എന്നും, വയറ് വീർത്ത് വല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ആയി എന്നും, പിന്നെ ബോധം കെട്ട പെണ്ണ് മരിച്ചു എന്ന കണക്ക് കൂട്ടലിൽ അവർ അയിലക്കാടേക്ക് ഇനി കൊണ്ടുപോകാമെന്ന ധാരണയിൽ അനിയൻ പുതിയാപ്പിള പറഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറ് പിടിച്ചു. അങ്ങനെ കാറും കൊണ്ടുപോകവേ വഴിയിൽ വെച്ച് 3ഓളം ടയർ പൊട്ടിയെന്നും, മറ്റൊരു കാറ് കൊണ്ടുവന്നുവെന്നും, അതിന്റെ ടയർ കുറെ അങ്ങോട്ടെത്തുമ്പോൾ അതും പൊട്ടിയെന്നും, പിന്നീട് വേറൊരു കാറ് കൊണ്ടുവരികയും, മൂന്നാമത്തെ ഒരു കാർ എടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു. എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു 100 നായകളുണ്ട് അവിടെ, പോകാൻ സമ്മതിക്കാതെ. എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പെണ്ണ് ഹയാത്തായി, മരിച്ചു എന്ന് പറയാം. പിന്നീട് അയിലക്കാട് ജാറത്തിലേക്കുള്ള യാത്രാ മധ്യേ 100ഓളം നായകൾ വന്ന് തടഞ്ഞു എന്നും, പിന്നെ അതിനെയൊക്കെ എങ്ങനെയോ തട്ടിച്ച് പോകുന്ന സമയത്ത് ആ പെണ്ണി ഹയാത്തായി എന്നും, മരിച്ചു എന്ന് കരുതിയതാണ് എന്നും ഉള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ട്. പിന്നെ ജാറത്തിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ കഥകളും അതൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഈ പറയപ്പെട്ട വിഷയത്തിൽ നമ്മൾ എന്തൊക്കെയോ കട്ടുമുറിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിദ്വാന്റെ വാദം. എന്നാൽ ഈ വിദ്വാന്റെ സംസാരത്തിന്റെ അവസാനം വരെ പരിശോധിച്ചു. അതിലെവിടെയും തന്നെ അതിന്റെ ഒറിജിനലായി എന്താണ് കാന്തപുരം പറഞ്ഞത്, ഞങ്ങൾ ഈ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ളതിന് തെളിവായി ഒന്നും തന്നെ കാണിക്കുന്നില്ല. പിന്നെ എന്താണ് ഈ വിദ്വാൻ പറഞ്ഞു വെക്കുന്നത്? അതാണ് ബഹുരസം. എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് നാസർക്ക പറഞ്ഞിട്ടുണ്ട് എന്നതാണ് മൂപ്പറുടെ വലിയൊരു വിഷയം. നാസർക്ക ഒരു പരിഹാസ രൂപത്തിൽ ചോദിച്ചാണ്. ഈ രീതിയിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും പച്ചക്ക് കള്ളത്തരം പറയുമ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ ആളുകൾ സ്വാഭാവികമായും തമാശ രൂപത്തിൽ ചോദിക്കും, എന്നെ കൊന്നു തരുമോ? ഈ രീതിയിലൊക്കെ തള്ളുമ്പോൾ അത് സ്വാഭാവികമാണ്. പല ആളുകളും പല രീതിയിലും ചിരിച്ചിട്ടുണ്ടാകും. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇതുപോലെ. അതെ, അതുപോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പല ആളുകളും പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നതുപോലെ നാസർക്ക പറഞ്ഞു, എന്നെ ഒന്ന് കൊന്നു തരുമോ? അത് മൂപ്പറും അതുപോലെ തന്നെ ഒരു പരിഹാസ ചിരിയൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷെ ഈ വിദ്വാൻ അതൊന്നും തീരെ പിടിച്ചില്ല. പിന്നെ വിദ്വാന്റെ മുസ്ലിയാക്കന്മാർ കാലങ്ങളായി നടത്തി പോകുന്ന ആ കലാപരിപാടിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് കലാപരിപാടിയിലേക്ക് ഇറങ്ങാം. ആ ക്ലിപ്പേറ്റ് വരുമ്പോ കാക്ക പറഞ്ഞു മരിച്ചോലെ നീപ്പിച്ചിട്ടുണ്ട്, മരിച്ചോലെ ജീവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്ന കാക്ക. അത് വെറുതെ പറഞ്ഞതല്ല, അത് നിങ്ങളെ മൗലവിമാർ പറഞ്ഞു വെച്ചതാണ്. എന്റെ പൊന്നാരപ്പടപ്പേ, എന്താ സംഭവം? അയാളുടെ മകൻ തലകീയായി വീണുപോയി. അങ്ങനെ കഴുത്ത് പൊട്ടി, കഴുത്തിന്റെ എല്ല് പൊട്ടി മരിച്ചുപോയി. ആ മയ്യത്ത് കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് അയാൾ ഇന്ന് കരയുന്നത്. ആംബുലൻസ് എന്താ എനിക്കറിയില്ല. അപ്പൊ സി എം വലിയുള്ളായി ചെന്നിട്ട് ഈ വണ്ടിയുടെ പുറത്തുള്ള ഓട്ടയിൽ കൂടാണോ എങ്ങനെ ആവും, ഇനി വാതിൽ തുറന്നാണെന്നോ, ഈ മയ്യത്തിനെ ഈ കൊട കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, മയ്യത്താണ് കൊണ്ടോണേ, എഴുന്നേൽക്ക് 3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അയാൾ എഴുന്നേറ്റിരുന്നു. മരിച്ചാള് ജീവിച്ചു.
ഇതിന്റെ ബഹുമാനപ്പെട്ട പകര ബാപ്പൂട്ടി മുസ്ലിയാരാണ്. ഇതുപോലെ പല മുസ്ലിയാക്കന്മാരും ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിരവധി കഥകളുണ്ട് ഇതേ രീതിയിലുള്ള കറാമത്ത് കഥകൾ. അതുകൊണ്ട് തന്നെ മുസ്ലിയാരെ, ഇത് വെറുതെ ആരെങ്കിലും കട്ടുമുറിച്ചിട്ട ക്ലിപ്പല്ല. ഇതിനെ അങ്ങനെയല്ല, ഇങ്ങനെ നിങ്ങൾക്ക് വാദമില്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞതാണ് എന്നാണ് എങ്കിൽ അതിന്റെ രേഖ കാണിക്ക്. പകര ബാപ്പൂട്ടി മുസ്ലിയാർ ഇങ്ങനെയല്ല പറഞ്ഞത്. അതുപോലെ തന്നെ UK മജീദ് മുസ്ലിയാർ അങ്ങനെയല്ല പറഞ്ഞത്. അതുപോലെ മുള്ളൂർക്കര സഖാഫി അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ ഓരോരോ മുസ്ലിയാക്കന്മാരുടെ പേരെടുത്ത് നിങ്ങൾ പറ, അവർ പറഞ്ഞതൊന്നും അങ്ങനെയല്ല, അതിനൊക്കെ അർത്ഥം വേറെയാണ്, ഇല്ലെങ്കിൽ ആ പറഞ്ഞത് ആ രീതിയിലല്ല, അവരുടെ പ്രഭാഷണത്തിന്റെ തൊട്ട് ശേഷം അത് അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതിന്റെ തൊട്ട് മുമ്പ് മറ്റൊരു രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പറ, എന്നിട്ട് കാണിക്ക്. അതല്ലാതെ ഞങ്ങൾ കട്ടുമുറിച്ച് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ള ആരോപണം പറഞ്ഞ് തടിയൂരുകയല്ല വേണ്ടത് മുസ്ലിയാരെ. അവസാനം കാക്കാനൊന്ന് കൊന്നുതരുമെന്ന കാക്ക പറയുന്നത്. കാക്ക അങ്ങനെയല്ല പറഞ്ഞത് എന്റെ പൊന്നാരപ്പടപ്പെ. കാക്ക പറഞ്ഞത് നിന്റെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ തള്ളു കേട്ടിട്ട് പറഞ്ഞത്, സഹിക്കാൻ കഴിയാതെ ചിരി നിർത്താൻ കഴിയുന്നില്ല, എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് പരിഹാസ രൂപത്തിൽ പറഞ്ഞതാണ്. ഇതൊക്കെ പൊതുസമൂഹം മൂക്കത്ത് കൈവച്ച് പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. പല ആളുകളും സുഹരി കാണിച്ചല്ലോ, പല മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ മക്കൾ പോലും മതം വിടാൻ വേണ്ടി ഇത്തരം കറാമത്ത് കഥകൾ കാരണമായിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇത്തരം കറാമത്തുകൾ കേൾക്കുമ്പോൾ തലയിൽ കൈവച്ച് പോകും, ഇല്ലെങ്കിൽ മൂക്കത്ത് കൈവച്ച് പോകും, ഇല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ വരും, ഇല്ലെങ്കിൽ പരിഹാസ ചിരികൾ ചിരിക്കും. കൊന്നു തരാനിപ്പോ ഏതായാലും സുന്നികളെ കൊണ്ട് പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല? അവരുടെ ഉത്ഭവം തന്നെ എന്താണ്, ഇങ്ങനെ കൊലപാതകം നടത്തിയാണ്ടാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ ഉത്ഭവം തന്നെ. അത് പച്ചയില് അവര് എഴുതി വെച്ചതാണ്. അവരെവിടെ എഴുതി വെച്ചത്? ഞങ്ങൾ കേരളത്തിലുള്ള സെലഫി പ്രസ്ഥാനം രൂപം കൊണ്ടതും അതിന്റെ പ്രവർത്തനങ്ങളും തുടക്കം കുറിച്ചതും കാര്യങ്ങളൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് എവിടെ എഴുതി വെച്ചിട്ടുള്ളത്? അവരങ്ങനെ ഒരുപാട് ആളുകളെ കൊന്നു തള്ളിയതിന്റെ ഒക്കെ കഥകൾ ഇതിൽ ഈ വർത്താനം പറഞ്ഞ ഇതിൽ തന്നെ പോക്കാണെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമില്ല. മുസ്ലിയാക്കന്മാരുടെ പതിവ് ശൈലിയിലാണ് താങ്കൾ ചെയ്യുന്നത് എങ്കിൽ. എന്നാൽ കുട്ടിയാസൻ ദാരിമി എന്ന് പറഞ്ഞൊരു മുസ്ലിയാരുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. നന്നാക്കി പറഞ്ഞില്ലേ, നല്ലോണം പറഞ്ഞു. ഇനി നാളെ എല്ലാ ദിവസവും അന്ന് പരിപാടിയാണ്, 2 പരിപാടിയൊക്കെ. അന്ന് നമുക്ക് മുജാമാർ വളരെ കുറവാണ്. അന്ന് ഒരുപാട് പൈസമാരും ദാരിമികളും ഉദവികളും ധാരാളം ആളുകൾ. അന്ന് നമ്മുടെ ജില്ലയിൽ എല്ലാ ജില്ലയിലും കോട്ടിക്കുളത്ത് വരെ ഞാൻ പോകേണ്ടിയിരുന്നു അന്ന് പ്രസംഗിക്കാൻ. 2-3 പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. എന്താ സംസാരിക്കേണ്ടതെന്ന് ശൈഖുനോട് ചോദിക്കും. ശൈഖുന പറഞ്ഞുതരും. ഞാൻ അങ്ങനെ തന്നെ അടിക്കാത്തെയും എന്റെ സ്വന്തമൊന്നും പറയാറില്ല. ഞാൻ അങ്ങനെ തന്നെ. ആരും അന്ന് എതിർക്കാത്ത കാലാണ് ഈ കൂട്ടരെ. എതിർത്തവനെ ഇവര് ചേകന്നൂരിനെ വകവരുത്തിയതുപോലെ വകവരുത്തുന്ന കാലാണ്. ടൈഗർ സുന്നി ഉണ്ടാക്കിയ ആളുകളാ. ആ കാലഘട്ടം തന്നെ വലിയ അപകട. എന്താ പറയുന്നത് കുട്ടിയാസൻ ദാരിമി? ചേകന്നൂരിനെ വകവരുത്തിയ ടീമാണ്. അതുപോലെ തന്നെയോ ടൈഗർ സുന്നി എന്ന് പറയുന്ന ഒരു ടീമുള്ള ആളാണ്. പിന്നെയോ ഒക്കെ അറിയാം, വല്ലാത്തൊരു കാലമാണ്. എന്റെ വീട്ടിൽ എന്നെ കൊല്ലാൻ വേണ്ടി സുബിഹിന്റെ ടൈമിൽ 4 ആളുകൾ വന്നു. എവിടെ പഠിച്ചവരാന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം ചോദ്യം വന്നാൽ പറഞ്ഞു കൊടുക്കണ്ടേ. അദ്ദേഹത്തിന്റെ അനുഭവമാണ് ഈ പറയുന്നത്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി 4 ആളുകൾ വന്നു. ആരാണ് ഈ വന്നത്? നിന്റെ AP സമസ്തക്കാരായ ആളുകൾ തന്നെ, നിന്റെ നേതാക്കന്മാരായ ആളുകൾ. അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. 4 ആളുകൾ വന്നു. അങ്ങനെ എന്റെ വീട്ടിൽ അന്ന് കറണ്ട് ഇല്ലാത്ത സമയം വീടുണ്ടാക്കി, ആദ്യത്തെ വീടുണ്ടാക്കിയാണ്, കറണ്ട് എത്തിയിട്ടില്ല. പക്ഷെ അവർ വിചാരിച്ച് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി സുബിക്ക് വരുമല്ലോ, അപ്പൊ നമ്മൾ ശരിയാക്കാന്ന് അവരുടെ ധാരണ. അങ്ങനെ വന്ന ഒരു തർക്കമായി. എന്റെ വീട്ടിന് ശൈഖുന പ്രത്യേകമായ ഒരു ഹഫളത്ത് നിർത്തിയിരുന്നു, ഒരു കാവൽ നിർത്തിയിരുന്നു. എന്റെ വീട്ടിന് ഞാൻ കാവൽ നിർത്തിയിട്ടുണ്ട് എന്ന് എന്റെ വീട്ടിൽ ശൈഖുന വന്നിട്ട് പറഞ്ഞതാ. വീട്ടിന്റെ ഉള്ളിൽ എന്നിട്ട് എനിക്ക് ഒരു ശരണം ഈ വീട്ടിലേക്ക് വരില്ല, ഞാൻ പ്രത്യേകം കാവലാക്കിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കാവലുണ്ടേക്കും. ഇവർ അങ്ങോട്ടും ഈ നടക്കുന്ന ഒന്നും തള്ളുവായി. അങ്ങനെ ഒച്ചപ്പാടായി. അവസാനം ഒരു ഒട്ടിച്ച് കുട്ടിയാസൻ ദാരിമിനെ കൊല്ലണ്ടാന്ന് തീരുമാനിച്ചിട്ട് ഒരു പോയി. ആയിപ്പെട്ട ഒരു ചങ്ങായി ഇപ്പം മടങ്ങി. അപ്പൊ അയാളിനോട് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്ന ആളാണ്, എനിക്ക് പൊരുത്തപ്പെടേണ്ടത്. കൊല്ലാൻ വന്ന ആള് തന്നെ പറഞ്ഞത് അതിന്റെ പൊരുത്തപ്പെടുന്നത് കുട്ടിയാസൻ ദാരിമിനോട് പറഞ്ഞു എന്നാ പറയുന്നത്. ആര്? നിന്റെ കൂടാരത്തിലുള്ള നിന്റെ കൂട്ടത്തിലുള്ള ആളുകളെ കുറിച്ചായി പറയുന്നത്. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? ഇന്നും ഇന്നലെയല്ല. നിങ്ങളുടെ ഉത്ഭവം, നേരത്തെ നീ പറഞ്ഞല്ലോ വഹാബികളുടെ ഉത്ഭവം, ഈ നിങ്ങളുടെ AP സമസ്ത എന്ന് പറയുന്ന ഈ കൂടാരത്തിന്റെ ഉത്ഭവ കാലഘട്ടത്തിലെ കഥയാണ് ഈ പറഞ്ഞു തരുന്നത് കുട്ടിയാസൻ ദാരിമി. മാത്രവുമല്ല, ഈ ഒരു അനുഭവം മാത്രമല്ല, അദ്ദേഹം വീണ്ടും പറഞ്ഞു തരുന്നുണ്ട് KSRTC ബസ്സിൽ നടന്ന ഒരു അനുഭവം. KSRTC ശിവനാന്റെ വീട്ടിലേക്കാ പോവാ. രാത്രി 2 മണിക്ക് KSRTC കയറിയതാ. അതിൽ കാരന്തൂർ മർക്കസിലുള്ള കുറെ ഗുണ്ടകൾ, അവര് ടൈഗർ സുന്നികൾ എന്നാണ് അവരുടെ പേര്. ഇവരൊക്കെ കൂടി ആയി കയറിയാണ്. അതില് ഏതായാലും ബസ് ഇങ്ങനെ തുറന്നതാ. സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോരാ. അത് ഒരു ചങ്ങായി, ഒരു മൊട്ടടിച്ച ചങ്ങായി പുറത്ത് ഓരോ ഒറ്റ അടിയാ. ഞാൻ സൈഡായിരിക്കും. ഓന്റെ കൈ ആ ബസ്സിന്റെ ചട്ടുണ്ടല്ലോ, അതിനാണ് കൊണ്ടിട്ട് ഓന് ഹാന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ബസ്സിൽ ഭയങ്കര സംസാരം. എന്താ സംസാരങ്ങൾ? കേസ് കൊടുക്കി പോലീസ്. ഞാൻ പറഞ്ഞു പോലീസ് വേണ്ട, ഇതിന് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് AP അബൂബക്കർ മുസ്ലിയാർ അവർക്ക് പഠിപ്പിക്കുന്ന സംസ്കാരം. ഒരു പണ്ഡിത വേഷത്തിലുള്ള ഒരാളെ അടിക്കുക, കൊല്ലുക കേട്ടോ. ഇതാണ് ഇവരുടെ സംസ്കാരം. ഇതാണ് ടൈഗർ സുന്നി എന്ന് പറഞ്ഞ് ഞാൻ
ബസ്സിൽ നല്ലൊരു പ്രസംഗം കേട്ടില്ലേ? അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയുകയാണ്. ബസ്സിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം എന്താണെന്ന് കേട്ടില്ലേ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ടൈഗർ സുന്നിയുമായി ബന്ധപ്പെടുത്തി ബസ്സിൽ ഒരു പ്രസംഗം തന്നെ നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുവാനും പ്രത്യേക ടീമുകൾ പോലും ഉണ്ടായിട്ടുണ്ട്. ജമിയത്തുൽ ഇഹ്സാനിയ, ടൈഗർ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആളുകൾ സമൂഹത്തിനിടയിൽ പല ഫിത്നകളും കുഴപ്പങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് വന്ന് മുജാഹിദുകളുടെ മെക്കിട്ട് കയറുന്നത്. ഞാൻ പറയല്ല, ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ സമരവും എന്നുള്ള പുസ്തകത്തില് പച്ചയായിട്ട് വഹാബി മൗലവി എഴുതി വച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ കഥ. ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയ കഥ ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ സമരവും എന്ന പുസ്തകത്തിൽ വഹാബികൾ ചെയ്തു വെച്ചതിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. താൻ ആ പുസ്തകത്തിൽ നിന്ന് അതൊന്ന് കാണിച്ചു തരണം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകളെ കുറിച്ചാണല്ലോ പറയുന്നത്. കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ടായ നേതൃത്വത്തിലുണ്ടായ മുൻഗാമികളായ ആളുകൾ കേരളത്തിൽ ആരെയൊക്കെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത്, എന്തൊക്കെ കലാപങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നതൊക്കെ താനൊന്ന് പറഞ്ഞു തരണം. അപ്പോ ഇവിടെ സുന്നികളെ കൊല്ലണം എന്ന് വരെ പച്ച മലയാളത്തില് വഹാബികളുടെ അൽമനാറില് അവർ എഴുതി വെച്ചതുമാണ്. കേരളത്തിലെ സമസ്തക്കാരെ കൊന്നു തള്ളണമെന്ന് അൽമനാറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞത്. ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നേവരെ ഒരു മുസ്ലിയാക്കന്മാരെ ഭാഗത്ത് എടുത്ത് പ്രസംഗിക്കുന്നതായി ഞാൻ കേട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ആ അൽമനാർ എടുത്തൊന്ന് സമൂഹത്തിന്റെ മുന്നിൽ വായിച്ചു കൊടുക്കണം. വെറുതെ ആരോപണം പറഞ്ഞു പോയാൽ പോരല്ലോ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പഠിപ്പിച്ചെന്ന ആ തന്ത്രങ്ങളൊന്നും ഇങ്ങനെ പയറ്റി പോയാൽ പോരല്ലോ. അതിന്റെ രേഖാമൂലമുള്ള സംസാരമാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ മുസ്ലിയാക്കന്മാർ സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ, എന്നതുപോലെ താങ്കളൊന്ന് അത് കാണിക്കും. ഓരോട് തന്നെ പറഞ്ഞാൽ നിങ്ങളൊന്ന് കൊന്നേരാന്. സുന്നികൾക്ക് ഏതായാലും ആ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? സുന്നികൾക്കാണ് ആ പരിപാടി ഉള്ളത്. കേരളത്തിൽ സുന്നി എന്ന് അവകാശപ്പെടുന്ന സമസ്തക്കാർ, പ്രത്യേകിച്ച് AP സമസ്തക്കാർക്കാണ് ഈ ഏർപ്പാടുള്ളത്. അവർ എത്രയാ കൊന്നു തള്ളിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കുട്ടിയാസൻ താരമേ മാത്രമല്ല, പല മുസ്ലിയാക്കന്മാരും പല വേദികളിലായും പല പേജുകളിലായും പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, നിങ്ങളുടെ കൂടാരത്തിൽ തന്നെ ഉണ്ടായ പല മുസ്ലിയാക്കന്മാരോ അത് പിന്നീട് പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? അവരെ ബുദ്ധിമുട്ടിച്ച സമയത്ത് അവർ വിളിച്ചു പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു സംസാരം തൊഴിയൂർ സഖാഫി നടത്തിയിട്ടുണ്ട്. അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ച സമയത്ത് ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? എടോ, ഇത് ഇന്ത്യ രാജ്യ. ഇത് അവരവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട്. അതിന് നിങ്ങൾ ഈ കാന്തപുരത്തിന്റെ ഗുണ്ടായിസം, പണ്ടത്തെ ടൈഗർ ഫോഴ്സ്, ജമിയത്തുൽ ഇഹ്സാനിയ, ആൾക്കാരെ കൊല്ലല്, അമുസ്ലിമീങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല്, സിനിമാ ടാക്കീസിന് തീ കൊടുക്കല്, കള്ളിഷാപ്പ് കത്തിക്കല്, അങ്ങനൊക്കെ നിങ്ങളെ ഗുണ്ടായിസം നടത്തിയ ഒരു കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. വെറുതെ വന്ന് വാഹിട്ടലക്കിയാ പോരാ മോയന്തേ. നിനക്ക് രേഖ കാണിച്ചു തരണോ? ഇതാ രേഖയും ഉണ്ട്. ഇതാ പത്രത്തിൽ വന്ന ഒരു വാർത്ത, സ്ക്രീനിൽ ശ്രദ്ധിക്ക്. മാധ്യമം പത്രത്തിൽ വന്ന ഒരു വാർത്ത 1999 മാർച്ച് 17 ബുധനാഴ്ച ഇറങ്ങിയ മാധ്യമത്തിലുള്ളതാണ്. എന്താണ്? 4 കൊലപാതകങ്ങൾക്കും പിന്നിൽ ജമിയത്തുൽ ഇഹ്സാനിയ. നേരത്തെ ആരിൽ നിന്ന് നമ്മൾ കേട്ടത്? ജമിയത്തുൽ ഇഹ്സാനിയെ കുറിച്ച് കുട്ടി ഹസൻ ദാരിമിയിൽ നിന്ന്. പിന്നീട് ആരിൽ നിന്നാ കേട്ടത്? തൊഴിയൂർ സഖാഫിയിൽ നിന്ന്. പല മുസ്ലിയാക്കന്മാരും പറഞ്ഞു വെച്ചതാണ്, പല മുസ്ലിയാക്കന്മാർ എഴുതി വെച്ചതാണ്. ഈ രീതിയിൽ AP സമസ്തക്ക് ടൈഗർ സുന്നി ജമിയത്തുൽ ഇഹ്സാനിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീവ്ര സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അവരുടെ കലാപരിപാടികളെ കുറിച്ചാണ് പത്രമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. ഇനിയും വാർത്തകൾ ഞാൻ കാണിച്ചു തരാം. നേരത്തെ നമ്മൾ 4 കൊലപാതകമാണ് എങ്കിൽ ഇവിടെ 6 കൊലപാതകമാണ്. ഇത് വന്നത് മാതൃഭൂമി പത്രത്തിലാണ്. 1999 മാർച്ചിൽ തന്നെയാണ് ഇതും ഇറങ്ങിയിട്ടുള്ളത്. വായിച്ചു തരണോ ഇത് ആരെയൊക്കെ കൊന്നത് എന്ന്? മാത്രവുമല്ല, ഇനിയും ഒരുപാട് രേഖകളുണ്ട്. അത് വേണമെങ്കിൽ താങ്കൾ ചോദിച്ചോ, ഞങ്ങൾ കാണിച്ചു തരാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾ ചോദിച്ചതിനുള്ള തെളിവ് താങ്കൾ കാണിച്ചു തരണം. കേരളത്തിലുള്ള സെലഫികൾ, മുജാഹിദുകൾ, അവരുടെ ആരംഭ കാലഘട്ടം മുതൽ ഈ ഒരു കാലഘട്ടം വരെ ആരെയൊക്കെ ഇവർ തല്ലിക്കൊന്നു, ഇവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി, ഇവരുടെ ആശയ സംരക്ഷണത്തിന് വേണ്ടി, എവിടെയൊക്കെ അക്രമങ്ങൾ നടത്തി, എവിടെയൊക്കെ ബോംബെറിഞ്ഞു, എവിടെയൊക്കെ കൊലപാതകങ്ങൾ നടത്തി, അതിന്റെ രേഖയൊന്ന് താൻ കാണിച്ചു തരാം. വഹാബികളോട് പറഞ്ഞാൽ ഒരിക്കൽ കൊന്ന് നല്ല പരിചയമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടാണ് ഈ വഹാബി പ്രസ്ഥാനം ഇവിടെ വന്നത്. അതൊക്കെ വഹാബി പ്രസ്ഥാനത്തിന്റെ ചരിത്രം പഠിച്ചാൽ ആർക്കും മനസ്സിലാവും. താൻ തന്റെ അടുത്ത വീഡിയോയിൽ ആ ചരിത്രമൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരണം. കേരളത്തിലുള്ള സെലഫികൾ എത്ര പേരെ കൊന്നു, എവിടെയൊക്കെ അക്രമങ്ങൾ നടത്തി, എവിടെയൊക്കെ കൊലപാതകങ്ങൾ നടത്തി എന്നുള്ളതിന്റെ രേഖ ഒന്ന് കാണിച്ചു വന്ന് താങ്കളൊന്ന് സംസാരിക്കും. കേരളത്തിൽ ഒരാൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്ന ഒരു കലാപരിപാടി മുസ്ലിയാക്കന്മാർക്ക് നിരന്തരമായുള്ളതാണ്. ഈ രീതിയിൽ കള്ളക്കഥകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുക, അതിനുവേണ്ടി ഇഹ്റാം കെട്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്നാണല്ലോ തൊഴിയൂർ സഖാഫി പറഞ്ഞത്. സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നവർക്കെതിരെ എന്തൊക്കെ ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച് സമൂഹത്തെ വഞ്ചിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് പുരോഹിത വർഗത്തിനുള്ളത്. ആദർശം കൊണ്ട് നേർക്ക് നേരെ മുട്ടാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി പുരോഹിത വർഗവും ഇത്തരത്തിലുള്ള കുഞ്ഞാടുകർ, തക്ബീർ തൊഴിലാളികളും രംഗത്ത് വരുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല. കളവ് പറയാൻ വേണ്ടി പ്രത്യേക ട്രെയിനിങ് തന്നെ മുസ്ലിയാക്കന്മാർക്ക് ഉണ്ടോ എന്ന് സംശയമുണ്ട്. പറഞ്ഞ ആളുകളെയും ആ ശരിയായ ദീനിന്റെ വാഹകരെയും ആരെയൊക്കെ നിങ്ങൾ ഇവിടെ വ്യാജന്മാരാക്കിയിട്ടുണ്ടോ, കള്ളന്മാരാക്കിയിട്ടുണ്ടോ, ആ പണി ഇവിടെ കേരളത്തിൽ നടക്കൂല.
അത് തന്നെയാണ് കാന്തഭക്തനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതൊന്നും ഇനി നടക്കൂല. അതിനൊക്കെ കാലങ്ങൾ കഴിഞ്ഞു. കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിക്കുകയും തക്ബീർ ചൊല്ലുകയും ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും എന്നാണ്, സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കും, സ്വന്തം ശിഷ്യൻ തന്നെ പറഞ്ഞു വെച്ചതാണ്. ആ രീതിയിൽ സ്റ്റേജിലൂടെയും പേജിലൂടെയും സമൂഹത്തിന്റെ മുന്നിൽ പച്ചക്കളവുകൾ നിരന്തരം പറഞ്ഞ് എതിരാളികളെ നേരിടുക എന്ന് പറയുന്ന ഒരു സ്വഭാവം, അതിന്റെയൊക്കെ കാലങ്ങൾ കഴിഞ്ഞു. ഇനിയൊന്നും നടക്കില്ല മുസ്ലിയാക്കന്മാരെ. അതൊക്കെ മടക്കി വെച്ച് കാരന്തൂർ സർക്കസ് കൂടാരത്തിൽ കൊണ്ടുപോയി കവറടക്ക്, ഒരു ജാറമുണ്ടാക്കിക്കോ. ഒരുപാട് കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയിട്ടാണ് ഈ പ്രസ്ഥാനം വന്നത്. അത് സമസ്തയെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഒരുപാട് കൊലപാതകങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ള രേഖകൾ വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളതൊന്നും പൊതുസമൂഹത്തിന്റെ ഇടയിലിട്ട് അലക്കണ്ട എന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നതാണ്. ഈ രീതിയിൽ എന്തിനാണ് ഇങ്ങനെ പച്ചക്കളവുകൾ പറഞ്ഞ് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? അതിനുവേണ്ടി ഇങ്ങനെ ഇറാൻ കെട്ടി ഇറങ്ങി പുറപ്പെട്ടതാണോ നിങ്ങൾ? പച്ച നോണ വിളിച്ചു പറയാം. നോണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്, കുല്ലുഹും മജ്മഉൻ നോണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. പ്രായഭേദമന്യേ സമൂഹത്തിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് ഇത് നേട്ടമാണ്. നിങ്ങൾക്ക് എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ പച്ചക്കളവുകൾ പറഞ്ഞ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ അവർ ഈ രീതിയിലുള്ള അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കേരളത്തിൽ തുടക്കം കുറിച്ചത് എന്നൊക്കെ പച്ചക്കളവുകൾ പറഞ്ഞ് സമൂഹത്തിനിടയിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ആളുകൾ പരിഹസിക്കില്ലേ ചങ്ങാതി? ഇതൊക്കെ ഒരു സമാധാനത്തിന് നല്ലതാണ്. പക്ഷേ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടും. സത്യസന്ധമായി കാര്യങ്ങൾ പറ. ഇത് ഉസ്താദ് കളവ് പറയുന്ന ആളാണെന്ന് സ്വന്തം ശിഷ്യന്മാർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, കറാമത്തിന്റെ പേരിൽ കള്ളക്കഥകൾ പറഞ്ഞാൽ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാനാണ്? പോരാഞ്ഞ് നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് തന്നെ പല കറാമത്തിനെയും നിഷേധിച്ചുകൊണ്ട് നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ രംഗത്തും വന്നു. കറാമത്തായിട്ട് ഇങ്ങനെ വിളിച്ചെറിയാൻ എന്തിനിങ്ങനെ കളവ് പറയണം? കളവ് പറയലാണോ ഔലിയാക്കളുടെ സ്നേഹം? അപ്പോൾ മുസ്ലിയാക്കന്മാർ കള്ളത്തരം പറയുന്ന ആളുകളാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഇനി നേതൃത്വത്തിലെ മുസ്ലിയാക്കന്മാർ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന വാദമുണ്ടോ? നിങ്ങൾ പറ, അപ്പോൾ ഞാൻ രേഖാമൂലം അതും കാണിച്ചു തരാം. മുസ്ലിയാക്കന്മാരെ സമസ്തക്കാരെ പോലെയല്ല, ഞങ്ങൾ ഉള്ളതുപോലെ അങ്ങോട്ട് പറയും. അത് ആരെയും ഞങ്ങൾക്ക് പേടിയുമില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഉഡായ്പുമായി സെലഫികളെ നേരിടാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. നേർക്ക് നേരെ കാര്യങ്ങൾ പറ, സത്യസന്ധമായി കാര്യങ്ങൾ പറ, നേർക്ക് നേരെ നേറ്റുമുട്ടി നോക്ക്. അതല്ലാതെ ഈ രീതിയിൽ ആരോപണം പറഞ്ഞ ആളായി മാത്രം കാട്ടാം എന്നുള്ള ലക്ഷ്യമൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ നിങ്ങൾ എട്ടായി മടക്കി തന്റെ പോക്കറ്റ് തന്നെ വെച്ചാൽ മതി എന്ന് മാത്രം പറയുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.